ഒഡീഷ തീരത്ത് മുങ്ങിയ ചരക്കു കപ്പലിലെ ജീവനക്കാർക്കായി തിരച്ചിൽ തുടരുകയാണ്. നാവികസേനയും കോസ്റ്റ് ഗാർഡും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. രക്ഷാപ്രവർത്തനത്തിനായി നാവികസേനയുടെ PHI സമുദ്ര നിരീക്ഷണ വിമാനം എത്തിച്ചു. നോബൽ മാരിക്കാരനോട് വിശദാംശങ്ങളുമായി. നോബലിന് 22 പേരെ കണ്ടെത്താനുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ തിരച്ചിൽ? കീർത്തന, ഈ കപ്പലിലുണ്ടായിരുന്ന 22 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. 2 പേരെ കണ്ടെത്തിയിരുന്നു. ഇവർ ചൈനീസ് പൗരന്മാരാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് ഗാർഡും നേവിയും സജീവമായി തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ ഈ ആളുകളെ കണ്ടെത്താൻ കഴിയാത്തത് വലിയ ആശങ്കയുണ്ടാക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. P8I എന്ന സമുദ്ര നിരീക്ഷണ വിമാനം അടക്കം എത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങളും ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ കപ്പൽ മുങ്ങിയത്? ശനിയാഴ്ച രാവിലെ ഒരു 11:30 കപ്പലുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുന്നത്. അതിനുശേഷം ഇതുവരെ ഏറെക്കുറെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോഴും കപ്പൽ കണ്ടെത്താൻ കഴിയാത്ത, ഇത്തരത്തിൽ ആളുകളെ കണ്ടെത്താൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയായി തന്നെ തുടരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ട്. ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന വലിയ ആശങ്കയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കപ്പലിൽ അപകടം ഉണ്ടായത് എന്നും ദുരൂഹമായി തന്നെ സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ട്. എന്നാണെങ്കിലും വിശദമായി തന്നെ ഇപ്പോൾ വാനനിരീക്ഷണം അടക്കം നടത്തിക്കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. 22 ജീവനുകൾ ഉടൻ തന്നെ കണ്ടെത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് കോസ്റ്റ് ഗാർഡ് അടക്കം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കപ്പലുമായുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെ എവിടെ വെച്ചാണ് ഇത്തരത്തിൽ എങ്ങോട്ടൊക്കെയാണ് ഏതൊക്കെ ദിശയിലേക്കാണ് ഇവർ പോയെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കും. എന്നാണെങ്കിലും നിലവിൽ സജീവമായി തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നാണ് കോസ്റ്റ് ഗാർഡും നേവിയും വ്യക്തമാക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ ആളുകളെ കടത്താൻ കഴിയാത്ത വലിയ ആശങ്കയും നിരാശയുമാണ് എന്താണെങ്കിലും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പനാമ ഫ്ലാഗ് ചെയ്ത കപ്പലാണ്, പനാമയുടെ പതാക പതിച്ച കപ്പലായിരുന്നു ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. ഈ കപ്പലിന്റെ പേര് MV ഓഷ്യൻ വിന്നർ എന്നാണ്. എന്താണെങ്കിലും കപ്പലിലുള്ള 22 പേരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്നെങ്കിലും അവരെ കണ്ടെത്താൻ കഴിയുന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ നേവിയും പങ്കുവയ്ക്കുന്നത്.